രാവിലെ നമ്മൾ നല്ല തകൃതിയായിട്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗ്യാസ് കഴിഞ്ഞത് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് മാറ്റുന്ന മൂന്നാമത്തെ ഗ്യാസ് സിലിണ്ടറാണ്. അപ്പോൾ നമ്മൾ പുറത്താണ് എക്സ്ട്രാ സിലിണ്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിലും എടുക്കാം, അപ്പുറത്തെ റൂമിലത്തെ അവൾക്ക് വേണമെങ്കിലും എടുക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന സിലിണ്ടറാണ് കേട്ടോ. സിലിണ്ടർ നമ്മളെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്നുമോളെ വിളിച്ച് കൊടുത്തിട്ട് ഈ സിലിണ്ടർ മാറ്റിക്കാനുള്ള സെറ്റപ്സൊക്കെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് കൊണ്ടുവെക്കുന്ന ബക്കറ്റ് ഈ പൂച്ച തട്ടിമറിച്ചിട്ട് ഇവിടുത്തെ കെയർ ടേക്കർ അവരിവിടെ ഒരു വയർ വെച്ചിട്ട് സിലിണ്ടറും ആയിട്ട് ആ വേസ്റ്റ് ബക്കറ്റ് കൂട്ടിക്കെട്ടിക്കുക. അത് നമ്മളെ വേസ്റ്റ് ബക്കറ്റ് മാത്രമല്ല, അപ്പുറത്തെ റൂമിത്തോളം വേസ്റ്റ് ബക്കറ്റും ഇതുപോലെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. പൂച്ചശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളങ്ങനെ സിലിണ്ടർ നമ്മൾ ഇവിടെ എക്സ്ട്രാ നിറച്ച് വെച്ചൊരു സിലിണ്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. അതായത് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിന് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാനായിരിക്കണം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. പക്ഷേ എല്ലാ 5 വർഷത്തിലൊരിക്കലും നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ പരിശോധനയ്ക്ക് വിടുന്നത്ര. ഇത് C25 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഈ C25 എന്ന്. എന്തായാലും സെപ്റ്റംബർ 2025 ഈ ഗ്യാസ് സിലിണ്ടർ ടെസ്റ്റിന് പോകേണ്ട ഗ്യാസ് സിലിണ്ടറാണ്. ഇതിൻ്റെ പുറത്തുള്ള കോലം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു ടെൻഷൻ വന്നു. അപ്പോൾ എനിക്ക് സിലിണ്ടർ മാറ്റി തരണമെന്ന് ഞാൻ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് നിർബന്ധം പറഞ്ഞു കേട്ടോ. അവർ നാളെ കൊണ്ടുതരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പൊക്കെ മാറ്റി തരണം പറഞ്ഞപ്പോൾ അവർ എനിക്ക് ഗ്യാസ് സിലിണ്ടർ പുതുതായിട്ട് മാറ്റി തന്നു. അപ്പോൾ ഞാൻ 2029 വരെ ഡേറ്റ് പറഞ്ഞാൽ അത് ടെസ്റ്റിന് പോകുന്ന ഡേറ്റാണ് 29 എന്നുള്ളത്, അല്ലാണ്ട് എക്സ്പയറി ഡേറ്റ് അല്ല. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടർ ടെസ്റ്റിന് പോയിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയാണ് കേട്ടോ. സിലിണ്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേണ്ടുള്ളൂ. അല്ല സിലിണ്ടർ നല്ല അടിപൊളി സിലിണ്ടറൊക്കെ വാങ്ങിച്ചിട്ട് ഇത് വേണ്ട. നമ്മളെന്തായാലും പൈസ കൊടുത്തിട്ട് ഒരു ആപത്ത് വാങ്ങിച്ചു വെക്കണ്ടല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ.